ഞാൻ ഡീറ്റ നായർ കഴിഞ്ഞ 30 വർഷമായിട്ട് അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ശുഭദിന ആശംസകൾ. ഈ ശബരിമല ഇഷ്യൂ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഒരർത്ഥത്തിൽ നല്ലതെന്ന് ഞാൻ പറയും. കാരണം ഇത് ഒരുപാട് അവയർനെസ് കൊണ്ടുവരാനും ഒരുപാട് അറിവ് നമുക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. As a person from outside the religion, I'm a Christian by faith. I have my friends visiting Shabarimala. ഞാൻ പമ്പയ വരെ പോയിരുന്നിട്ടുണ്ട്, ശബരിമലയ്ക്ക് പോയിട്ടില്ല. അതിനെ വളരെ ഭക്തിയാദരപൂർവ്വം കാണുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അത് എല്ലാ റിലീജിയനും അതിൻ്റെ പ്രാക്ടീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് കുറേ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാനും അത് വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് നിരീക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എത്ര ഗ്രേറ്റ് ആണെന്നുള്ള അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ റിച്വലിസ്റ്റിക് റൂൾസും കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റേത് റിലീജിയൻ്റെ റൂൾസും റിച്വലിസ്റ്റിക് പ്രാക്ടീസസും പോലെ. ഇതിൽ മറ്റൊരു പെർസ്പെക്റ്റീവ് I used to have it in the beginning, and also I still have a question that ഒരു പക്ഷെങ്കിൽ ആദ്യകാലത്ത് ഇത്ര റൂൾസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത് സ്ത്രീകളുടെ യൗവനകാലത്ത് അവർക്ക് ഈ കാനന യാത്ര പോലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ജേർണി നടത്തി അവിടെ ഒരു പിൽഗ്രീം സെൻറ്ററിലേക്ക് എത്താനും അതുവഴി ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനുമായിട്ടായിരിക്കാം ഒരു പക്ഷേ തന്ത്രി ഇത്തരം റൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മനുഷ്യൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. കാരണം ദിവസങ്ങളോളം നടന്നാണ് ആളുകൾ ഈ ഇരുമുടി കെട്ടുമേന്തി ശബരിമല ക്ഷേത്രത്തിൽ എത്തേണ്ടത്. അത് വനത്തിലൂടെയാണ്. പഴയ കാലത്ത് മൃഗങ്ങളും ക്ഷുദ്രജീവികളുമുള്ള സ്ഥലത്തൂടെ കാട്ടിലൂടെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം ചോദിക്കും, കൊച്ചു കുട്ടികൾ പെൺകുട്ടികൾ പോകുന്നില്ലേ, പിന്നെ ലൈംഗിക അതിക്രമമാണെങ്കിൽ 8-10 വയസ്സിന് മുമ്പ് ആയിക്കൂടെ? ഇപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കേരളം ഇത്രയും അതിക്രമം നിറഞ്ഞതാണെന്ന് മനസ്സിലാവുന്നത്. കാരണം 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു, ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നു, 90 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയും ഈ മോഡേൺ ടൈമിലാണ് ഈ അതിക്രമം. മനുഷ്യൻ്റെ എത്ര മൃഗീയമെന്ന് പറയാൻ പറ്റില്ല, മൃഗങ്ങൾക്ക് പോലും നാണക്കേടാണ്. അത്ര പിന്നെ ക്രൂരമായിട്ടുള്ള മുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ഒരു ബിലീവ് അതാണ്. കാരണം എല്ലാ റൂൾസും മനുഷ്യൻ നിർമ്മിതമാണ്, മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അതിന് പിന്നിൽ അതിന് കാരണമുണ്ട്. ആ കാരണം ഇതായിരിക്കാം, മനുഷ്യൻ്റെ സേഫ്റ്റി തന്നെ ആയിരിക്കാം. കാരണം അതിന് മറ്റൊരു ആത്മീയ തലമുണ്ട്. ആത്മീയ തലത്തിൽ ശബരിമലയുടെ ആത്മീയ വശത്തെക്കുറിച്ച് പറയാൻ ഞാൻ പ്രാപ്തനല്ല. പക്ഷേ ആസ് ആൻ ഔട്ട്സൈഡർ, മൈ പെർസ്പെക്റ്റീവ്സ് ഓർ മൈ ക്യൂരിയസ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് there may be the reason to protect, and also the ritualistic, they create a ritualistic order or rules for good reasons. So we had to follow that and respect that. Right. So what do you say, Nisha? സിബി പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് എനിക്ക് അതിന് ഉത്തരം പറയാനുള്ളത്. കാരണം 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കാനുള്ള ലെവലിലേക്ക് നമ്മുടെ പുരുഷൻ അധപ്പതിച്ചോ, അല്ലെങ്കിൽ 90 വയസ്സുള്ള സ്ത്രീയെ പീഡിപ്പിക്കാൻ മാത്രം നമ്മൾ അധപ്പതിച്ചോ എന്ന് ചോദിക്കുന്നിടത്താണ് ശബരിമലയുടെ ഈ 41 ദിവസത്തെ വ്രതം പോലെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കാലിക പ്രസക്തിയുള്ളത്. കാരണം പുരുഷൻ ഫണ്ടമെൻ്റലി രജോ ഗുണ പ്രധാനമാണ്. അപ്പോൾ ഇത് ആ ക്വസ്റ്റ്യൻ അതിന് വേറൊരു സ്പിരിച്വൽ സൈഡും കൂടി ഉണ്ട്. കാരണം പുരുഷന് മതിയോ ഈ 41 ദിവസത്തെ വ്രതം, സ്ത്രീക്ക് വേണ്ടേ, അവൾക്ക് ആയിക്കൂടെ ഈ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ വരാം. അപ്പോൾ അതിനുള്ള ആൻസർ തന്നെയാണ് ഫണ്ടമെൻ്റലി പുരുഷനിൽ പാഷൻസ് പെണ്ണിനെക്കാട്ടിൽ വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദ വേ മാൻ ലവ്സ് ഇസ് നോട്ട് ദ വേ വുമൺ ലവ്സ് അല്ലേ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പുരുഷൻ രജോ ഗുണ പ്രധാനിയാണ്. അവനെ പിടിച്ച് അവന് പാഷൻ ഉണ്ടാകുന്ന ഒരു എൻവയൺമെൻറ്റിൽ ഇട്ടാൽ അവന് പാഷൻ വരും. കണ്ടാൽ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ ഏത് പുരുഷനും ഇളക്കം വരും. പക്ഷേ അത്ര സൗന്ദര്യമുള്ള ഒരു പുരുഷനെ കണ്ടാൽ ചിലപ്പോൾ പെണ്ണിന് ഇളക്കം വന്നോളുന്ന നിലക്ക് ഫണ്ടമെൻ്റലി അവൾ സാത്വികമാണ്. ഫണ്ടമെൻ്റലി അവളുടെ നേച്ചർ ഇസ് മദർഹുഡ്, അവളുടെ നേച്ചർ ഇസ് ത്യാഗം. അവളെ പ്രകൃതി അങ്ങനെയാണ് സൃഷ്ടിച്ചത്. നമ്മളതിനെ ചലഞ്ച് ചെയ്തിട്ടൊന്നും കാര്യമില്ല. സ്ത്രീയും പുരുഷനും യു ആർ ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റലി. അപ്പോൾ അത് ബയോളജിക്കലി നമുക്കറിയാം, നമ്മുടെ ഇമോഷണലി നമുക്കറിയാം. സ്ത്രീ സത്വഗുണ പ്രധാനിയാണ്, ത്യാഗമാണ് അവളുടെ മനസ്സിൻ്റെ ബേസിക്. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ വേഗം സിനിമ കണ്ടാൽ കരയുകയും അല്ലെങ്കിൽ വേറൊരു ദൈന്യതയുള്ളൊരു സിറ്റുവേഷൻ കാരണം ആണുങ്ങളെക്കാട്ടി മനസ്സലിയുന്നത് പെണ്ണുങ്ങൾക്കാണ് അല്ലേ. അപ്പോൾ പുരുഷന് പക്ഷേ അവൻ്റെ പാഷൻസ് ആർ മച്ച് സ്ട്രോങ്ങർ.
അതുകൊണ്ട് അങ്ങനത്തെ ഒരു അതുകൊണ്ടാണ് അവൻ ഈ വർഷം ഈ റിനൻസി എല്ലാവരും സന്യാസിമാരാകണം അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ എല്ലാവരും 50 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് വാനപ്രസ്ഥത്തിൽ എത്തണം എന്നാണ് ഹിന്ദുമതം ആഗ്രഹിക്കുന്നത്. അതിനാണ് സനാതനധർമ്മം വഴി കാണിക്കുന്നത്. പക്ഷേ പുരുഷനെ പിടിച്ച് അങ്ങനെ 50ാമത്തെ വയസ്സിൽ കൊണ്ട് നേരെ പിടിച്ച് വാനപ്രസ്ഥത്തിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ ഗൃഹസ്ഥനായിരിക്കുന്ന സമയത്ത് തന്നെ വർഷത്തിൽ 41 ദിവസം വ്രതം എടുത്ത് ഗെറ്റ് ത്രൂ ദിസ് ട്രെയിനിങ് എന്ന് അവനോട് പറയുന്നത്. ചെയ്ത് യു ഗെറ്റ് എ സെൻസ് ഓഫ് വാട്ട് ഇറ്റ് ഇസ് ആൻഡ് യു കൈൻഡ് ഓഫ് മെച്യൂർ ഇൻ ടു ഇറ്റ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണ് സത്യം പറഞ്ഞ ശബരിമല. എന്തുകൊണ്ട് പെണ്ണിന് ആ ട്രെയിനിങ് വേണ്ട? ഇവള് വീട്ടിലിരുന്ന് കുഞ്ഞിനെ വളർത്തി ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി ഭർത്താവിൻ്റെ അമ്മയെ കുളിപ്പിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷീ ഈസ് ഗോയിങ് ത്രൂ ദാറ്റ് ട്രെയിനിങ് വിത്തൗട്ട് ഇതൊന്നും വേണ്ട എന്ന് മാത്രമല്ല, ഈ സത്വഗുണപ്രധാനമായിട്ടുള്ള ഒരു പെണ്ണിനെ പിടിച്ച് ഈ 41 ദിവസത്തെ കഠിന വ്രതത്തിൽ കൂടെ വിട്ടാൽ അവൾക്ക് സത്യം പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ലൈഫുമായിട്ടുള്ള ബന്ധം തന്നെ അവൾ ചിലപ്പം വിട്ടുകളയും. ആ പോയിന്റിൽ ലൈക്ക് അവൾ വേഗം ഷീൽ സ്ലിപ്പ് ഇൻ ടു വാനപ്രസ്ഥം, വിച്ച് ഇസ് നോട്ട് ഗുഡ്. ഒരു ഫാമിലി ലൈഫൊക്കെ ജീവിക്കുമ്പം ആ പ്രായത്തിൽ പെണ്ണിനെ പിടിച്ച് വ്രതം എടുത്ത് സന്യാസിയാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവളെ അതിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറയുന്നതാണ് ശരി. അവളെ ആ പ്രായത്തിൽ പിടിച്ച് റിനൻഷിയേറ്റ് ആക്കാൻ ഒക്കില്ല. ബട്ട് മാൻ ഡെഫിനറ്റ്ലി നീഡ്സ് ദ ട്രെയിനിങ്. അത് ഇത് പറഞ്ഞ പോലെയാണ്. അങ്ങനെ അവൻ ആ ട്രെയിനിങ് ഗ്രൗണ്ട് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അതിനോട് ഇടയിലോട്ട് പെണ്ണുങ്ങളെ കൂടെ വിട്ടാൽ ഹി ഈസ് നോട്ട് ഗോയിങ് ടു ട്രെയിൻ. they have to be kept away. അത് അവൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, അവനുള്ളൊരു പ്രൊട്ടക്ഷനാണ് സത്യം പറഞ്ഞാൽ. ഇത് പെണ്ണ് പല ആക്ടിവിസ്റ്റുകളും ചോദിക്കുന്ന കാര്യം, ശബരിമല എന്നെ കയറ്റാത്തത് ഞാൻ പുരുഷനെക്കാട്ടി താഴെ ആയതുകൊണ്ടാണോ? അല്ല, നീ പുരുഷനെക്കാട്ടി കേമി ആയതുകൊണ്ടാണ് നിന്നെ കയറ്റാത്തത്. കാരണം പുരുഷൻ നിന്നെക്കാട്ടി താഴെയാണ്. അവൻ ആ ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തണമെങ്കിൽ നിൻ്റെ സപ്പോർട്ട് വേണം. അവിടെ ആ പെണ്ണിൻ്റെ ക്രെഡിറ്റ് ഇരിക്കുന്നത്. ലൈക്ക് നീ പോയി ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കൂ, ഹീൽ ഫോൾ ഇൻ ടു യു. അതാ പ്രശ്നം. സോ അവൻ്റെ ആ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റിന് യു ആർ ഹെൽപ്പിംഗ് ഹിം. ആ രീതിയിൽ വേണം നമ്മൾ ഓരോരുത്തരും അതിനെ കാണാൻ. അതിലൊരു ചോദ്യമുള്ള ഒരു പക്ഷേ ഏൻഷ്യൻ ടൈമിൽ നമുക്ക് വിദ്യാഭ്യാസം ഒന്നും അത്ര വ്യാപകമായിട്ട് ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷെങ്കിൽ ഒരു സോഷ്യൽ ഓർഡറൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യാനും സമൂഹത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ പാലിക്കപ്പെടാനും പുരുഷനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇത്ര ആത്മീയമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ പഠിപ്പിക്കലുകൾ ആവശ്യമായിരുന്നിരിക്കാം ഒരു പക്ഷേ. ഇപ്പം ഡോക്ടർ നിഷ പറഞ്ഞതിനോട് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പുരുഷന് ഇത്തരം വ്യത്യസ്തമായ സ്ത്രീയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഗുണങ്ങളുള്ള സൃഷ്ടിയായതുകാൽ പുരുഷൻ അത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമായതിനാൽ ആത്മീയമായിട്ടുള്ള ഒരു പള്ളിക്കൂടങ്ങളോ സ്കൂളുകളോ കോളേജുകളോ വ്യാപകമല്ലാത്ത സമയത്ത് ഒരുപക്ഷെ സ്പിരിച്വാലിറ്റി ആയിരിക്കാം നമ്മുടെ ശരിയായിട്ടുള്ളൊരു പോലീസിങ്, ശരിയായിട്ടുള്ളൊരു ഓർഡർലി ലിവിങ്ങിനായിട്ടുള്ളത്. എന്നാൽ ഈ കാലത്ത് നമുക്കിപ്പോൾ മാറി വന്ന സാഹചര്യത്തിൽ പള്ളിക്കൂടങ്ങളായി സ്കൂളുകളായി കോളേജുകളായി എഡ്യൂക്കേഷൻ വളരെ വ്യാപകമായി വിരൽത്തുമ്പിൽ വിദ്യാഭ്യാസം ലഭ്യമായി തുടങ്ങി. അപ്പോൾ അതായത് പോലീസിങ് ആണെങ്കിലും മാറ്റം വന്നു, നമ്മൾക്ക് സോഷ്യൽ ഓർഡറെല്ലാം മാറി. അപ്പോൾ ഈ മോഡേൺ ഏജിൽ ഇപ്പം ഈ പറയുന്ന റിച്വലിസ്റ്റിക് റൂൾസെല്ലാം തന്ത്രികൾ അല്ല പൂജാരികൾ സൃഷ്ടിക്കുന്നതാണ് അല്ലെ എഴുതി ഉണ്ടാക്കുന്നതാണെങ്കിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ അപ്ഗ്രേഡിങ് അത് പോസിബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. കാലാനുസൃതമായ മാറ്റങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ റിലീജിയൻസിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും വേണം. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ഡയലോഗുണ്ട് ഭഗവത്ഗീതയിൽ, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴൊക്കെ ധർമ്മച്യുതി ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഒക്കെ ഞാൻ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പലരും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭഗവാൻ അവതാരമായിട്ട് താഴോട്ട് വന്നിട്ടുണ്ടെന്നാണ്. അതല്ല അർത്ഥം. വെനെവർ ദെർ വാസ് എ മൂല്യച്യുതി, the society has reset in a way. There has been an awakening of consciousness. ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു സുപ്രീം ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഒരു സുപ്രീം കോൺഷ്യസ്നെസ് ആണ് ദൈവം. അൾട്ടിമേറ്റ്ലി ദ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഓഫ് ദ യൂണിവേഴ്സ് ആണ് ദൈവം. ആ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ഓരോ വ്യക്തിയും ഉണർന്നിട്ടുണ്ട്. എപ്പോഴൊക്കെ സമൂഹത്തിൽ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു സോഷ്യൽ അവേക്കനിങ്, ആ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് അവേക്കനിങ് ആണ് സംഭവാമി യുഗേ യുഗേ. അത് ഓരോ യുഗത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നതും ആ സോഷ്യൽ റെനൈസൻസ് തന്നെയാണ്. ഇപ്പം പറഞ്ഞല്ലോ ഈ മൂല്യച്യുതികൾ, ഈ കൊച്ചു പെമ്പിള്ളാരെ പോലും റേപ്പ് ചെയ്യുന്ന മൂല്യച്യുതി ആ ഒരു സോഷ്യൽ, ഇപ്പം സിബി പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ നമ്മൾ ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ് ആവേണ്ടിയിരുന്നില്ലേ? നമ്മൾ ആയിട്ടുണ്ടോ ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ്? അതും കൂടെ നമ്മൾ അറിയണം. നമ്മൾ ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ് ആവണമായിരുന്നു എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്നോടൊക്കെ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡോക്ടറാണോ എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറായാൽ യു കനോട്ട് ഗോ ബാക്ക് ടു ദീസ് തിങ്സ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ? അപ്പോൾ ഡോക്ടർ ആയതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വിട്ടു പോകണമെന്നല്ല. ഡോക്ടർ ആകുന്നതിൻ്റെ കൂടെ തന്നെ ഇതിന് അതീതമായൊരു തലമുണ്ടെന്ന് ഈ മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ ചുരുങ്ങി നിൽക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. ഇതിനപ്പുറം
അതിനപ്പുറത്തൊരു തലമുണ്ട് വേർ സ്പിരിച്വലി അല്ലെങ്കിൽ ഇമോഷണലി അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അതിൻ്റെ അപ്പുറത്ത് ഇൻ്റലിജൻ്റ്ലി ദാറ്റ് യു ക്യാൻ ഗ്രോ ഇൻ ടു ആ മനസ്സിലാക്കൽ അവിടെയാണ് നമുക്കിപ്പോൾ പോരായ്മയുള്ളത്. ബാക്കിയൊക്കെ നമുക്കുണ്ട്. മെറ്റീരിയലി നമ്മൾ പണ്ടുണ്ടായിരുന്നവരെ കാട്ടി നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ ജീവിച്ചതിൽ ഒക്കെ വളരെ സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർന്നു. പക്ഷെ നമ്മുടെ അമ്മമാർക്കോ അമ്മായിമാർക്കോ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കുണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഒന്നുമില്ലായ്മയിലും വളരെ സന്തുഷ്ടമായിട്ട് വളരെ സ്നേഹമായിട്ട് അവനവൻ്റെ മക്കളുടെ കാര്യവും നാട്ടുകാരുടെ മക്കളുടെ കാര്യവും അനിയത്തിമാരുടെ മക്കളുടെ കാര്യവും ഒക്കെ നോക്കിയിരുന്ന അമ്മായിമാരെയും ഒക്കെ കണ്ടല്ലേ നമ്മൾ വളർന്നത്. അത് പോയിട്ട് വളരെ നാരോ മൈൻഡഡ് ആയിട്ട് എൻ്റെ മക്കളെ കൂടാതെ എൻ്റെ ബ്രദറിൻ്റെ മക്കളെ പോലും സ്നേഹിക്കാൻ വയ്യാത്ത പെൺകുട്ടികളെയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇന്റലക്ച്വലി ഇമോഷണലി സോഷ്യലി ആർ വി ബെറ്റർ ഹ്യൂമൻ ബീങ്സ്? അല്ല, അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇത്രയധികം എഡ്യൂക്കേഷനൊക്കെ നമുക്ക് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള ചുതികൾ ഉണ്ടാവുന്നു നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാം ഒരു ജോബ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്ന് എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം ആൻ ഇൻഫർമേഷൻ ഇനൻഡേറ്റഡ് പ്രോസസ്. ഇൻഫർമേഷൻ അല്ല എഡ്യൂക്കേഷൻ. ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ പണ്ടൊക്കെ നമുക്ക് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ചില്ലേ അപ്പൂപ്പൻ പഠിപ്പിക്കും എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഈ ജോലിക്ക് ഓടുന്ന അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനോട് ഇരുന്നൊന്ന് വർത്താനം പറയാൻ പോലും സമയം ഉണ്ടാവില്ല. അപ്പൊ അവൻ TV കാണുന്നത് കണ്ടുപിടിക്കുന്നതിൽ തെറ്റുണ്ടോ? അതേ ഉള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ്. അതാണ് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് എത്രയോ 5000, 6000, 6000, 7000 ഒക്കെ വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള സ്ക്രിപ്റ്റേഴ്സ് നമുക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് ശരിയായിട്ട് നമുക്ക് ആഖ്യാനം ചെയ്തു കൊടുക്കാൻ സമൂഹത്തിൽ എല്ലാം ട്രഡീഷൻ ആൻഡ് എവറിഥിങ് ദാറ്റ് ഇസ് ട്രഡീഷൻ ആൻഡ് എവറിഥിങ് ദാറ്റ് ഇസ് ഓൾഡ് ആൻഡ് ഇൻ സ്ക്രിപ്റ്റേഴ്സ് ഷുഡ് നോട്ട് cannot be considered wrong. You cannot just say that because other tradition ana because it is this it is not right. ഒരു thinking ഇപ്പോ അത് കൂടുതൽ ഡിഫൈൻ ചെയ്യേണ്ട സമയം. റിനൈസൻസ് ടൈം ആയിട്ട് കണക്കാക്കാം. കാരണം കൂടുതൽ അവയർനെസ് ശരിയായിട്ടുള്ള റിലീജിയസ് വാല്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളായി ഇപ്പം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും വിട്ടുമാറില്ല. അപ്പം ബാലൻ എന്ന് പറയുന്ന ഈ പറയുന്ന പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ സമയത്ത് നമുക്ക് നമ്മുടെ അമ്മയിൽ നിന്ന് കിട്ടുന്ന, അമ്മയാണ് എൻ്റെ ഗുരു എന്ന് ഞാൻ പറയാറുണ്ട്, എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും കരുതലും ആർദ്രതയും കരുതലും ഒക്കെയാണ് നമുക്ക് പകർന്നു കൊടുക്കാനുള്ളത്. എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിലും എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ ഇപ്പോൾ കലാവേദിയായിട്ടൊക്കെ വെച്ച് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇൻസ്പിറേഷൻ എൻ്റെ മദറാണ്, എൻ്റെ പേരൻസാണ്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് റിലീജിയസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സിൽ ഇപ്പോൾ 5000, 6000 എത്ര വർഷം ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പർലി അത് ആഖ്യാനം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞോ ഇല്ലെങ്കിൽ പ്രൈമറി ലെവൽ വരെ എല്ലാ ഭാരതീയരും റിഗാർഡ്ലെസ് ഓഫ് റിലീജിയൻ എല്ലാ ഭാരതീയരും ഭാരതീയമായിട്ടുള്ള ഹൈന്ദവ മൂല്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാവാൻ അവർക്ക് സാധിക്കണം. അത് എല്ലാ റിലീജിയസും പഠിക്കണം. എനിക്കറിയാം തിയോളജി പഠിക്കുന്ന പള്ളിയിലച്ചന്മാരാവാൻ പഠിക്കുന്ന പലരും ഭഗവത്ഗീതയൊക്കെ ഫണ്ടമെന്റൽസ് അവർ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊരു ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും അവർ പഠിക്കുക. പക്ഷെ ഞാനിപ്പോൾ സിബിയോട് അതിൻ്റെ ഒരു മറുവശം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. പിന്നെ ഇതിപ്പം ശബരിമലയിൽ കയറിയാൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ പെണ്ണുങ്ങൾ കയറിയാൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ സെലിബസി അങ്ങ് പോകുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അത് സത്യത്തിൽ ക്രിസ്ത്യൻ ഫ്രണ്ട്സിന് അവർ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ലെവലിൽ നിന്ന് ഹിന്ദുമതത്തിൻ്റെ ദൈവസങ്കല്പത്തെ നോക്കി കാണുന്നതുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല എന്താണ് ഒരു ഡെയിറ്റി അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ ഒരു ദൈവസങ്കല്പം എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് വരുന്ന ഒരു തെറ്റ് തന്നെയാണ്. അത് ശരിയാണ്. നമ്മൾ ഇപ്പോൾ സുനിത പറഞ്ഞ പോലെ സ്ക്രിപ്റ്റേഴ്സിലെല്ലാം കറക്റ്റ് ആണെങ്കിലും അതിനെ കറക്റ്റായിട്ട് ആഖ്യാനം ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു അത് ഒരു ശരിയാണ്. കുറച്ച് ഒരു 50 ഇയേഴ്സിൽ നമുക്ക് വന്ന ഒരു തെറ്റാണത്. അതിനകത്ത് ഒരു ക്രിസ്ത്യൻ സ്കൂളുകളുടെ അല്ലെങ്കിൽ ഈ മിഷണറി സ്കൂൾസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വലിയൊരു കാര്യം കൂടെയാണ് അതിനകത്ത്. കാരണം ക്രിസ്തുമതം സ്ട്രിക്ട്ലി ബൈബിൾ അനുസരിച്ച് പഠിപ്പിച്ചപ്പം നമ്മൾ പലരും മോറൽ സയൻസ് പഠിച്ചാൽ വളർന്നത്. നമ്മളാരും ഹിന്ദുമതം പഠിച്ചില്ല ആ കൂടെ. അപ്പോൾ നമ്മളന്ന് ഹിന്ദുമതം പഠിക്കാത്തതിൻ്റെ ഒരു പോരായ്മ ഹിന്ദു സമൂഹത്തിനുണ്ട്. ആ 50 വർഷത്തെ തിരിച്ചു പിടിക്കേണ്ട ഗതികേടിലാണ് ഇപ്പൊ ഹിന്ദു നിൽക്കണേ. അതൊരു കാര്യം. ഇതില് ഇപ്പം ഹിന്ദു മതമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ നോക്കണ്ടില്ല. ഹിന്ദു സ്ക്രിപ്ചർ എന്ന് പറയുമ്പോൾ ആ സ്ക്രിപ്ചർ ഇസ് എ സ്ക്രിപ്ചർ. It's for all human being actually. It's not only specifically for Hindus. The Bible is not only for who just baptized ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. അതിന്റെ values is applicable to every person, every human being. So what I'm saying is that there is a lack of understanding between religions. അല്ല, അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ അത് ആ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഇപ്പം ഞാൻ പല ചാനൽ ചർച്ചകളിലും പോകുമ്പോൾ ഒക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹിന്ദുക്കൾക്ക് ഒരു അരക്ഷിതത്വം തോന്നുന്നുണ്ടോ, ആർ യു
ഫീലിംഗ് അപ്സെറ്റ് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ ഈ അരക്ഷിതത്വം തോന്നുന്നതിൽ മറ്റ് സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ ഇതറിയാത്തവർക്കുള്ളൊരു റോളുണ്ട്. ഇപ്പം ഞാൻ നിസ്സാരമായിട്ടൊരു കാര്യം പറയാം. കൊറിന്ത്യൻസ് 11:9 11:8 എന്തോ ആണ് എന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു ഡയലോഗുണ്ട്, പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്, പുരുഷന് വേണ്ടിയിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്, മറിച്ചല്ല എന്ന് പറഞ്ഞ് ബൈബിൾ ജെൻഡർ ഈക്വൽ അല്ലെന്ന് പറഞ്ഞ് നമുക്ക് ബൈബിൾ കത്തിക്കാൻ പറ്റുമോ? ആണിന് വേണ്ടിയിട്ടാണ് പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവൻ്റെ ആവശ്യത്തിനാണെന്നുള്ള രീതിയിൽ നമുക്ക് ബൈബിളിനെ കത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ കുറേ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഓരോ സാമൂഹ്യ വ്യവസ്ഥിതി ഓരോ കാലഘട്ടത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. അന്നത്തെ കാലത്ത് പെണ്ണാണിൻ്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ അതിനെയൊക്കെ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ അത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്, ലോജിക്ക് അനുസരിച്ചും നമ്മുടെ റീസണിങ് അനുസരിച്ച് നമ്മളത് ചെയ്യണം. അതല്ലാണ്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്തോ നിങ്ങളുടെ ദൈവത്തിൻ്റെ സെലിബസി പോയോ എന്ന് ചോദിക്കുന്നിടത്താണ് ഇത് സാമൂഹ്യമായിട്ടുള്ളൊരു അകലം ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ സെലിബസി പോയോ എന്ന് പബ്ലിക്കായിട്ട് അത് ചോദിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹിന്ദു സഹോദരനെ അത് ഹേർട്ട് ചെയ്യുമോ എന്ന് ചിന്തിക്കുകയും അത് പബ്ലിക്കലി പറയുന്നതിന് മുമ്പ് അതൊന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും, അല്ലെ? എന്താണ് ഈ തോട്ടിന്റെ ഒരു ബേസിസ് നമ്മൾ അറിയാം. ഇപ്പോഴത്തെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ there are so many provocative ആയിട്ടുള്ള statements we are seeing on social media. We should simply ignore it. But I see that what kind of attacks and we should not, that's the lack of knowledge. അതുകൊണ്ടാണ് ഞാൻ പറയാം, അതൊരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ അവിടെയാണ് സത്യത്തിൽ ഇതുപോലുള്ള ഒരു കണക്കിന് അയ്യപ്പസ്വാമി ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് നന്നായി എന്ന് എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഹിന്ദുക്കൾ തന്നെ ഒരുപാട് പഠിച്ചു ഇതുകൊണ്ട് തന്നെ, ലൈക്ക് എല്ലാവരും ഇത് പഠിച്ചു, അല്ലെ? ഒരുപാട് അവയർനെസ് ഈ കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈശ്വര സങ്കല്പം അല്ലെങ്കിൽ ഈ സ്വർഗത്തിൽ ജീവന് ശേഷം ഇതിൽ വലിയൊരു പ്രോബ്ലം ഹിന്ദുമതത്തിന് കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് ക്രിസ്ത്യൻ മോഡിലായതുകൊണ്ട് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ തന്നെ ഒരു ക്രിസ്ത്യൻ ആംഗിളിൽ നിന്നാണ് നമ്മളിതിനെ കാണുന്നത്. ദൈവം, പരിശുദ്ധാത്മാവ്, പുത്രൻ, ഹോളി സ്പിരിറ്റ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളി സൃഷ്ടിച്ചു, ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് അതല്ല, വി ഡോണ്ട് ഹാവ് ഇറ്റ്, നമുക്ക് സൃഷ്ടിയില്ല. അപ്പോൾ ദൈവം സൃഷ്ടിച്ച പെണ്ണിനെ കാണാൻ ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഹിന്ദു ഡസ് നോട്ട് ബിലീവ് ഇൻ ക്രിയേഷൻ എന്നാണ് എൻ്റെ ഉത്തരം. അപ്പോൾ ആ തരത്തിൽ ഫണ്ടമെന്റലി there are a lot of differences between എനർജി സോഴ്സസ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത്തരം വികലമായിട്ടുള്ള യുദ്ധങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ there is no fight. ഈ ഫൈറ്റും ഈ സമൂഹത്തിലെ ധ്രുവീകരണവും അരക്ഷിതത്വവും ഗുസ്തിയും പർദ്ദയിട്ട് പോയി നിന്ന് നവോത്ഥാനം ഉണ്ടാക്കണം എന്ന് നമ്മൾ പറയുന്ന ലെവലിലേക്ക് നമ്മൾ അധപ്പതിക്കുന്നതും അതുകൊണ്ട് തന്നെ. കാരണം എന്റേത് ഐ നീഡ് ടു പ്രൊട്ടക്ട്, നിങ്ങളുടേത് ഐ നീഡ് ടു ചലഞ്ച്. ആ ഐഡന്റിഫിക്കേഷൻ ഇസ് ഗോയിങ് ദ റോങ് വേ. അതിലൊരു പൊളിറ്റിക്കൽ സൈഡ് ഉണ്ട്. ഇതെല്ലാം ഇപ്പം റൈറ്റ് നൗ നമുക്ക് കേരളത്തിൽ സംഭവിക്കുന്നത് എല്ലാം പൊളിറ്റിക്കലാണ്. അപ്പം നമുക്ക് അതിനെ ഒരു യഥാർത്ഥ തരംതിരിച്ചെടുക്കാൻ തന്നെ കാലങ്ങൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ പർദ്ദയിട്ടുകൊണ്ട് നവോത്ഥാനം ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ നവോത്ഥാനം. ഞാൻ ഇത് തമാശ പറയണെന്ന് വെച്ചാൽ, സാത്താനെ കല്ലെറിയാൻ കാബയിൽ പോവും, അല്ലേ? സാത്താൻ എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി ഉണ്ടോ? സാത്താനെ സത്യത്തിൽ നിന്റെ നെഞ്ചിലേക്കല്ലേ ആ കല്ലെറിയേണ്ടത്? സാത്താൻ നിന്റെ ഉള്ളിലായിരിക്കുന്നത്. അതാണ് ഹിന്ദുവിന്റെ വിശ്വാസം. അപ്പൊ അതറിയാത്ത ഒരാള്, പിന്നെ സാത്താനെ കല്ലെറിയാൻ കാബയിൽ പോകുന്ന ഒരാള് വന്നിട്ട് നിന്നെ എനിക്ക് നവോത്ഥാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിൽ റിയാക്ട്, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട്, നമുക്കതില്ല. നമുക്ക് My take on this is this all unnecessary conflict that is being created. Because basically the concept and the whole Sanatana Dharmathinte concept enne, there is one verse that says Akashat patitam toyam yatha gacchati sagaram sarvadeva namaskara keshavam prati gacchati. So that is the whole attitude of the Hindus as a society. So we are not into conflict with anyone, right? So why do we unnecessarily get into this? And the problem is that they go on pushing us till if we go overboard, it will be a very dangerous situation. So the state has to take care of it, the Supreme Court has to take care of it, and the government has to take care of it, that we don't go overboard. That's a very dangerous situation. അല്ല, അത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, മെജോറിറ്റി ഉണർന്നല്ലേ മജോറിറ്റി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. മജോറിറ്റി ഫൈറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ, മജോറിറ്റി ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. ഹിന്ദുസ് വിൽ നോട്ട് ഫൈറ്റ്. എന്തുകൊണ്ടാണെന്നറിയോ?
ശരിക്കും ഒരു ഹിന്ദു ആയാൽ യു ക്യാൻ ഓൺലി ഗോ ഇൻ ടു എ യൂണിവേഴ്സൽ തോട്ട് പ്രോസസ്. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ റിയലി ഒരു ഹിന്ദു ആണെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് വിൽ ബിക്കം യൂണിവേഴ്സൽ. നിങ്ങൾക്ക് അതിലേക്ക് വളരാൻ പറ്റുള്ളൂ. അതാണ് ഹിന്ദു മതം. അല്ലാണ്ട് ഈ താഴേക്കിടയിലുള്ള വാശി പിടിച്ച ഹിന്ദു അല്ല ഹിന്ദു എന്ന് ഞാൻ പറയണത് അതുകൊണ്ടാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ ഹിന്ദു എന്ന് പോലും ഡിഫൈൻ ചെയ്തിട്ടില്ല. വേറെ പുറത്തുനിന്ന് ആരൊക്കെയോ ഇന്ത്യയിൽ വന്നപ്പോൾ അവരാണ് നമ്മളെ ഹിന്ദു എന്ന് വിളിച്ചത്. ഇന്ത്യൻ കൾച്ചറിനെ അവർ ഹിന്ദു എന്ന് വിളിച്ചു. അല്ല, അന്ന് അവിടെ കണ്ടതിനെ അവർ ഹിന്ദു എന്ന് വിളിച്ചു. നമുക്ക് ഹിന്ദു ആരാന്ന് അറിഞ്ഞുകൂടാ. വി ഹാവൻറ്റ് ഡിഫൈൻഡ് അവർ സെൽസ് ആസ് ഹിന്ദു. അപ്പോൾ ഒരു ഓൾ ഇൻക്ലൂസീവ് കൾച്ചറിനെ ഹിന്ദു ആക്കിയത് വേറെ ആരോ ആണ്. ആൻഡ് ദെൻ അവർ തന്നെയാണ് നമ്മളോട് പറയുന്നത്, ഓക്കെ ഇപ്പം ഞങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ പുസ്തകത്തിലേതെല്ലാം ഈ പുസ്തകത്തിന് അനുസൃതമാക്കി മാറ്റണം, അല്ലെങ്കിൽ അതിനെ വെച്ച് നമ്മളെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇറ്റ് വോണ്ട് ഗോ ടുഗെദർ. അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് മുഴുവൻ വരുന്നത്. അപ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെ ഒരു പോരായ്മയുമാണ്. ഇപ്പോൾ സിബി പറഞ്ഞ പോലെ നമ്മൾ എക്സാക്ട്ലി എന്താ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പറയുന്നതെന്ന് കാലാനുസൃതമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിനും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു പോരായ്മ. പിന്നെ ഒരു ഓവേർട്ട്ലി പിന്നെ ക്രിസ്തുമതത്തിൻ്റെ ഒരു വേ ഈസ് ലൈക്ക് ടു പ്രൊഫസ് ആൻഡ് അവർ പ്രചരിപ്പിക്കുന്നത് അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ അവർ പ്രചരിപ്പിക്കും തോറും ആ പ്രചരണങ്ങളിലേക്ക് ഇതിനെ ഹിന്ദു തന്നെ ഒരു ക്രിസ്ത്യൻ വേയിലാണ് ഇപ്പോൾ ഹിന്ദുയിസത്തിനെ കാണുന്നത്. നമുക്കറിഞ്ഞുകൂടാ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വളരെ അനാചാരങ്ങൾ ഉണ്ടായിരുന്ന കാലത്തു പോലും ശബരിമലയിൽ എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും ഒരുപോലെ യാതൊരു വ്യത്യാസവുമില്ലാതെ പോകാൻ കഴിയുമായിരുന്ന, ആരാധിക്കുവാൻ കഴിയുമായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അത് തകർക്കണം, ആ ഒരു ഐക്യം നശിപ്പിക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി കുറേ ആളുകൾ, അത് അവർക്ക് അയ്യപ്പസ്വാമിയിൽ യാതൊരു വിശ്വാസവുമില്ലാത്ത ആളുകൾ തന്നെയാണ്. അതിനുള്ള ഒരു ഗൂഢശ്രമമാണ് ഇപ്പോൾ അവർണനും സവർണനും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത്. അത് സർക്കാരിൽ നിന്ന് കൂടിയാകുമ്പോൾ അതിന് ആക്കം കൂടുകയും നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡാണ് ചേട്ടാ. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അതിനകത്ത് കുറേ ഫൈനാൻസസ് ഇൻവോൾവ് ആണ്, അതിനകത്ത് കുറേ പൊളിറ്റിക്സ് ഇൻവോൾവ് ആണ്. അതിനകത്ത് ഇപ്പോൾ പറയുന്ന പോലെ ഫണ്ടമെൻ്റലി ആ ക്ഷേത്രത്തെ തകർക്കേണ്ടത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് മണി മാറ്റേഴ്സ് കിടക്കുന്നത് കൊണ്ട് അപ്പോൾ അത് വേറൊരു സൈഡാണ്. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ്ലി ഫണ്ടമെൻ്റലി ആ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണെന്ന് ഓരോ ഹിന്ദുവിനും അറിയായിരുന്നെങ്കിൽ this will not happen. That is the point. Right, that was going to be my next question, Nisha. In fact, like Shabarimala is also considered a private enterprise, but at the same time it's like owned by the Pandalam royal family and Devasam board. Yes. So why or what how come the Devasam board did not fight for the rights of they this should temple? have. I mean, they definitely should have. I mean, it is actually a big anomaly and a big surprise that they have not supported the devotees, because the faith and the Church and the state. the faith that they have put the people have put in them and have given them, that is what they are supposed to be doing. But I just want to pick up on what Nisha just said about the point on essentialism and on the point of it being an essential religious practice or a part of the essential religious practice and tradition of that particular temple. Adana our concept, we have to bring out the difference in Hinduism of deity worship, of every temple, that is Shabarimala being a temple on its own, with its own with a deity separate from other temples in the north and south, even in the south of India. Our differentiation, Anna, in my opinion, that has not been brought out in Supreme Court well enough. I don't think it has been understood by a lot of people, and I think and that is why all these other arguments of gender discrimination and everything behind, and things that have been brought into this small little restriction that has been put. There are so many temples where men don't go. There is a respect. It is a religious matter, and it is best that in matters of religion and in matters of faith,
logic and rational thinking does not interfere. And other our constitutional and nammala constitutional we have safeguards against that. We have Article 25 that safeguards and protects all those religious practices and those traditions in any particular temple that actually is required of, that is needed for that deity or for that god. And so here we have to just prove that in Shabrimala all of these, just like the 41-day vratam that nammal vekkunda irumudi ketta that we carry, similarly this restriction is also one of the essential parts of praying to Ayyappa Swami, keeping up the acharangala and the anishtangala that we have to do in Shabrimala to keep the energy source alive and pray to the deity as he is over there and give him the respect as he is over there. Other nammala, if we can bring out that differentiation, unfortunately all over the country that has not been understood. Adana, I mean, otherwise in all of this, just one more point, I mean, all of us are like, especially someone like me, I mean, I'm extremely liberal in thinking and extremely an independent Kerala woman who I've been brought up outside of Kerala, but you cannot say in Kerala that there has been gender discrimination. Adana uru issue that I think we must discuss. If there is, because all of India you can say, you can say it in Bihar, you can say it about UP, you can say it about Punjab, but you cannot talk about that in Kerala because Kerala is ഒരു matrilineal system follow ചെയ്തിരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. എപ്പോഴും ഒരു women's rights and if there was gender discrimination, why is there women below 10 years old and little children, little girls are going there, and so are women after 50 years of age. Appo you our concept to be able to understand that this is an essential part of Shabrimala, adana nammala justices in the Mumbala, I think we have to bring it forward, and I hope our lawyers will be able to do it. Yes, Gopi, go ahead. Yeah, in this matter, there are temples of Devi, particularly even in Kanyakumari, where married men are not allowed. Yes. That is very critical because that's the same thing as Shabrimala. Exactly. Just because a man is married, he is not allowed. Right. Whereas brahmacharis and sannyasis are allowed. Right, exactly. So that is It's the something. same concept, right? Devi അത്ര സുന്ദരിയാണ് that a married man should not be going there. സുനന്ദ പറഞ്ഞ ഒരു പോയിന്റിനോട് എനിക്ക് ഒരു വേറൊരു അഭിപ്രായമുണ്ട്. ഐ ഹാവ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ഈ ജെൻഡർ ഈക്വാലിറ്റി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയായ ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം there have been discrimination against women in our own Kerala, in India, I mean nationwide. കാരണം നമുക്കറിയാം മാറുമറയ്ക്കൽ സമരം, അതുപോലെ മറയ്ക്കാനുള്ള അവകാശം വരെ കിട്ടിയ കാലഘട്ടമൊന്നും അധികം പുറയിലല്ല. അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലം കൂടി നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ സുനന്ദ പറയുന്ന ഈ പ്രാക്ടീസസ് ഇപ്പം സ്ത്രീകൾക്ക് മുന്തിയ പരിഗണന കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു പ്രത്യേക വിഭാഗം, ഒരുപക്ഷെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കുക ഒരുപക്ഷെ എന്നുള്ള എൻ്റെ അഭിപ്രായം. മാറുമറയ്ക്കൽ സമരമോ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരമോ ഒക്കെ നമുക്ക് മനസ്സിലാവും. മാറുമറയ്ക്കൽ സമരത്തിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പണ്ട് നമ്പൂതിരിമാർ അധികൃതരുടെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ എവിടെയൊക്കെ പണമുണ്ടോ അവിടെയൊക്കെ പവറും ഉണ്ടായിട്ടുണ്ട് എല്ലാ സൊസൈറ്റിയിലും ഇല്ലേ. അപ്പം ഞാൻ പറയാം, പണ്ട് ഇംഗ്ലണ്ടിൽ നോബിൾസ് നൊബിലിറ്റി ഉണ്ടായിരുന്ന ഒരു കാലത്ത് അവരുടെ സ്ലേവ്സിന്റെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ ക്രിസ്ത്യൻ ഫോളോവേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അത് ക്രിസ്ത്യാനിറ്റിയുടെ പ്രോബ്ലം ആണെന്ന് പറയാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെയാണ് മാറുമറയ്ക്ക് അന്നൊരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ കേരളത്തിലുണ്ടായിരുന്നു. അവരൊക്കെ നമ്പൂതിരിമാരായിരുന്നത് കൊണ്ട് അത് ബ്രാഹ്മണ്യത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഇതിപ്പോ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അന്ന് മാറുമറയ്ക്കൽ അന്ന് ഹിന്ദുമതത്തിന്റെ ഏതോ ഒരു പോരായ്മയായിട്ടാണ് പലരും അതിനെ പറയുന്നത്. സോഷ്യൽ ഈ ചൂഷണങ്ങളും അല്ലെങ്കിൽ ഉള്ളവനില്ലാത്തവന്റെ ഭാര്യയെ ചൂഷണം ചെയ്യുന്നതൊക്കെ എല്ലാ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിലെ നോബിൾസിന്റെ ഇടയിൽ അവരുടെ സ്ലേവ്സിന്റെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്യുന്നത് അവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രോബ്ലം അല്ല. അന്ന് അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന റിലീജിയൻ അതായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തില് ഒരു 100% ലിറ്ററസി ഉള്ള ഒരു സ്ഥലം where all women are educated and all women are, I am just comparing it to the rest of India.
if you look at it, Kerala is the last place where gender discrimination in the conversation should അല്ല even exist. കേരളത്തിലെ ഏതെങ്കിലും പെണ്ണിന് It is an insult to me as a woman, as a Kerala woman, to be told that Are that any less Shabrimala, that a person, like, if you are a believer and a devotee of Ayyappa Swami in Shabrimala, that you can actually say that there is any such discrimination happening there. There is no discrimination in Madam, there is no discrimination in caste. That is one temple when it opens its door openly to everybody. So it is an insult to say that just because there is a restriction between 5 and 50, 10 and 50, because it is one of the essential rituals that is connected with The deity the deity sitting the way he is sitting as a Naishtika Brahmachari there. Is it fair to just bring in any kind of argument calling it gender discrimination? Are we women so weak that we need that fight? Can we not give the respect to Ayyappa Swami to sit the way he wants to sit over there? And it is such a small thing. We are not, it is not like we are killing women over there. We are not doing anything which is out of the, and there are millions. Kamakhya temple in Guwahati. Men don't, there are, her entire time when she menstruates is actually a big celebration out there. But everybody respects it. കേരളത്തിലെ 70% കോളേജ് സ്റ്റുഡൻസ് ആർ ഗേൾസ്. Exactly. ഉദ്യോഗസ്ഥരെ എടുക്കുകയാണെങ്കിൽ 60% അധ്യാപകർ സ്ത്രീകളാണ്. അവിടെ എവിടെയാണ് സ്ത്രീകൾക്ക് കിട്ടാത്തത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾ ഇപ്പോഴും പിന്നിലാണ് എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നെങ്കിൽ അതൊരു തെറ്റാണ്. അതുകൊണ്ടാണ് ചേട്ടാ ഇപ്പൊ എന്നെയൊക്കെ പോലെ നാട്ടിൽ പഠിച്ച് ഇവിടെ വന്ന് 10-23 വർഷമായി അമേരിക്ക പോലെ ഒരു ലിബറൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമ്മളോടൊക്കെ നിങ്ങളൊരു ഡോക്ടറാണോ ശബരിമല പെണ്ണുങ്ങൾ കയറണ്ടെന്ന് പറയാൻ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എന്താ പറയാ? ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട്, ഞാൻ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ പോകണ്ടെന്ന് ഞാൻ പറയണത്. ബിക്കോസ് എനിക്ക് എന്റെ ഓപ്പോസിറ്റ് സെക്സിന് വേണ്ട റെസ്പെക്ട് കൊടുത്ത് മാറി നിൽക്കാൻ എനിക്ക് അറിയാം, ഔട്ട് ഓഫ് മൈ പ്രൈഡ് ആസ് എ വുമൻ, നോട്ട് ബിക്കോസ് ഐ ഫീൽ എനി ലെസ്, ബിക്കോസ് ഐ ഫീൽ empowered to let you go. It is an empowerment. I feel empowered to let you and be. അതാണ്. It is upsetting when I hear mainstream media constantly telling us, women of Kerala, that this is a question of gender discrimination, that because we are bringing this out to be an essential part of religion or a part of Shabrimala, that we are in any way less, bothered about. Where there is proper gender discrimination, we fight against it at every level. Even this is just a part of religion, and where it is a part of religion, it should be left to that. Atrelu. And I think if the courts understand that too, as Justice Indu Malhotra understood very well, and she was able to be convinced that it was a part that could be, and which is why her minority judgment was the way it was. Unfortunately, the other justices were not convinced enough, and I hope in review it will change. I think the state miserably failed in telling them what needed to be told. Yes, Gopi. Just interject one more, and then we have to also make them understand that there's a crying need, especially in Kerala, for the men to be trained. And exactly. Men to be not, and the acharam, Shabrimala acharam, maintain ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സത്യം. ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ് ഈ 10 വയസ്സിന് താഴെയുള്ളവരെയും 90 വയസ്സിന് മേളിലുള്ളവരെയും റേപ്പ് ചെയ്യുന്ന ലെവലിലേക്ക് കേരളത്തിലെ പുരുഷൻ അധപ്പതിക്കുന്നുണ്ടെങ്കിൽ ഈ 41 ദിവസത്തെ വ്രതം the way it is has to be maintained. They're not be maintaining it, and that is not right. It is, and everything that is said in the form of, when we are talking about religion, does not need to be wrong. That has become the culture now. A very liberal person with a very strong liberal thought process, somebody like, I consider myself extremely liberal in my thinking and in my way of life. But it does not mean that because I have faith in Ayyappa Swami sitting in Shabrimala,
I am a right wing or a completely, you know. അതെ, ഇപ്പൊ it has സംഘി nothing എന്നാണ് to do പറയുന്നത്. with ദാറ്റ് religion. ഈസ് ഈവൻ വേഴ്സ് ഇപ്പൊ കേരളത്തില്. നമ്മൾ നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ബിലീഫോ അല്ലെങ്കിൽ ഫെയ്ത്ത് യു ആർ ബ്രോട്ട് അപ്പ് ഇൻ, അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച ഉടനെ നമ്മളെ സംഘിയാക്കുക, നമ്മളെ RSS എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നോട്ട് ദാറ്റ് അത് ചീത്തയാണ്. ബട്ട് വാട്ട് ഐ എം സേയിങ് ഈസ് ലൈക്ക് വി ഡോണ്ട് നീഡ് ടു fall into any political faction to say what I believe in, right? Out of it. Because that was what I was going to ask. How do we help this situation in a non-politically oriented manner? അല്ല, അതൊക്കെ നമ്മുടെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചേച്ചി. അത് ടു മേക്ക് യു ഫീൽ ഇൻസൾട്ടഡ്, അല്ലെങ്കിൽ ഇത് ഏതാണ്ട് മോശമാണെന്ന് നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത്. അതൊക്കെ വെറുതെ പൊളിറ്റിസൈസ് ചെയ്ത് സൈഡ് ലൈൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. അതിനൊന്നും വി ഡോണ്ട് ഹാവ് ടു ഫോളോ ഇൻടു ഇറ്റ്. സംഘിയാണെങ്കിൽ സംഘി, വാട്ട് എവർ ഇറ്റ് ഇസ്, ബട്ട് ഐ എം എ ബിലീവർ, യുനോ. അതാണ് ഈ റെഡി ടു വെയിറ്റ് മൂവ്മെന്റ്. പറഞ്ഞോളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കുക ഇതെന്താണ് ആക്ച്വൽ റീസൺ. Because now that it is blown out of proportion, everyone wants to know. And it is important that our girls, our boys are made aware that this is what it is, you know. And then once they understand it, they also will follow. And you'll find, even if, otherwise what will happen is, if this situation goes on, Shabrimala will become a tourist center. It won't be a place of pilgrimage anymore. Exactly. It's lost. അത് തന്നെയാണ് പാർട്ട് ഓഫ് ദിസ് ഹോൾ തിങ്. യുനോ, അതിനെ ഒരു ടൂറിസ്റ്റ് സെന്റർ ആക്കാനുള്ള കുറച്ച് ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ഈ ഹോൾ പ്രശ്നം ഉണ്ടാക്കിയത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. Yes, so that's why our contribution can be to start preaching. We say that we are not a preaching religion. Exactly. അവിടെയാണ് നമ്മൾ, that is where we should do. We never did it, but കാലഘട്ടം അതിലേക്ക് നമ്മളെ ഉന്തിത്തള്ളുകയാണ് സത്യം പറഞ്ഞാൽ. ഇറ്റ് വാസ് എ വെരി പേഴ്സണൽ. ഹിന്ദുയിസത്തെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി ഈസ് ഓൺലി വെരി പേഴ്സണൽ, വെരി ഇൻവേർഡ്. നമ്മൾ സ്പിരിച്വൽ ആകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിൽ നിന്നൊക്കെ ഒതുങ്ങി അവനവനിലേക്ക് വളരുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് മാറി ഇപ്പോൾ പുറത്തോട്ട് വളരേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡാണ് അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ എയിം ഓഫ് അവർ ടോക്ക് ഹിയർ. എനിക്ക് തോന്നുന്നു ഈ ഇപ്പം നമ്മൾ വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ എന്ന നിലയിൽ നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നു. പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ഔട്ട്സൈഡ് റിലീജിയൻ എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ഹിന്ദുയിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൻ്റെയോ കോർ വാല്യൂസ് എന്ന് പറയുന്നത് തന്നെ സനാതന ധർമ്മം എന്ന് പറയുന്ന എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഉള്ളൊരു വലിയൊരു വിഷയം ഞാൻ കാണുന്നത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷനാണ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഹൗ ടു എഡ്യൂക്കേറ്റ് ദ ജനറൽ പബ്ലിക് ഓർ അതർ പീപ്പിൾ അല്ലെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നോട്ട് ടു ഹെയ്റ്റ് അതർ പീപ്പിൾ, ടു ഇൻക്ലൂസീവ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ന്യൂയോർക്ക് പോലുള്ള ഒരു സ്ഥലത്ത് താമസിക്കുമ്പം ഒരുപാട് മോഡേൺ ആയിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള റൂൾസും ജീവിത ശൈലിയും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. എത്രയോ പിന്നെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ താമസിക്കുന്നത് തോളോട് തോൾ ചേർന്ന ഒരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് സംവിധാനം ഇവിടെയുണ്ട്. ഞാൻ നമ്മുടെ വെബ്സൈറ്റ്, യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നോക്കി തന്നെ nyc.gov നോക്കി തന്നെ 95 ഭാഷകളിൽ അത് വായിക്കാം. നമുക്ക് എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് മതിലുകൾ പണിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഹൗ ടു എഡ്യൂക്കേറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ടു ഹെയ്റ്റ് അതർ പീപ്പിൾ ബട്ട് ടു ഇൻക്ലൂസീവ്നെസ് വളർത്താനും ഹൈന്ദവതയുടെ യഥാർത്ഥ കോർ വാല്യൂസ് പഠിപ്പിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഹൈന്ദവതയുടെ വാല്യൂസ് നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ സായിപ്പ് നമ്മളോട് പഠിപ്പിക്കുകയാണല്ലോ നമ്മുടെ ഭാരതീയമായിട്ടുള്ള വാല്യൂസ്, അല്ലെങ്കിൽ സ്ക്രിപ്ചർ തന്നെ. ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, അമേരിക്കയിലും വെസ്റ്റേൺ കൺട്രീസിലായിട്ട് 20 മില്യൺ വിദേശികൾ, വെള്ളക്കാരായിട്ടുള്ള ആളുകൾ ഹിന്ദു ഫിലോസഫിയുടെ ഏതെങ്കിലും ബ്രാഞ്ചസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ 20 എന്നുള്ളത് 15 ആവാം, 25 ആവാം, വാട്ട് എവർ. സോ വൈ ഈസ് ഇറ്റ് അട്രാക്റ്റിംഗ് ഇൻ അതർ പീപ്പിൾ? സോ വൈ ഈസ് ഇറ്റ് നോട്ട് അവൈലബിൾ ഫോർ അവർ സെൽഫ് ഫ്രം അവർ ഓൺ ഗുരൂസ്? അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹിന്ദുസ് യഥാർത്ഥത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം. ഇപ്പോൾ സായിപ്പ് പഠിപ്പിക്കുന്നതുകൊണ്ടല്ല നമ്മൾ ഹിന്ദുയിസം പഠിക്കുന്നതോ ഹിന്ദു ഫിലോസഫി പഠിക്കുന്നതോ ഹൈന്ദവത ആചരിക്കുന്നത്. ഞാൻ ഹൈന്ദവനാണെന്ന് ഞാൻ പറയും സംസ്കാരം കൊണ്ട്. ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന്, എൻ്റെ പ്രദേശത്ത്, എൻ്റെ സമൂഹത്തിൽ നിന്ന്, കൂട്ടുകാരിൽ ഞാൻ ആർജിച്ചെടുക്കുന്ന വിദ്യാഭ്യാസമാണ് എൻ്റെ കോളേജ് അല്ലെ സ്കൂളിനെ പറ്റി അതിനും അപ്പുറത്ത് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഈ പറയുന്ന 6 വയസ്സുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്യുന്ന കൾച്ചറാണോ നമുക്കുള്ളത്? ഞാൻ കാണുന്നത് നമ്മുടെ വളർച്ചയെന്ന് പറയുന്നത് കുറേ കാക്കനാട് സിറ്റികൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഗ്രാനായിട്ട് എല്ലായിടത്തും പൂശിയിട്ടുണ്ട്. ഇതാണ് ഞാൻ കേരളത്തിൽ കാണുന്നത്. എല്ലാവർക്കും ഡിഗ്രിയുണ്ട്, PhDകളൊക്കെ കാണും. പക്ഷേ ആത്മീയമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നുണ്ടോ? വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഒരു സ്ക്രിപ്ചറോടും കാര്യമില്ല. അപ്പോൾ അതെങ്ങനെ ആഖ്യാനം ചെയ്യാമെന്ന് ബന്ധപ്പെട്ടവർ, നേതൃത്വം കൊടുക്കുന്നവർ നല്ലൊരു വിശാല മനസ്കോടെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടിൽ ഹിന്ദു ഉണരണം
ഇന്ത്യൻ ഉണരണമെന്നാണ് എൻ്റെ ഒരു So in the end, perspective. basically, we should always go back to our books. Books in order poi refer either. We should teach our new generation, what they need to learn, and not believe in just gender, naming things gender equality or discrimination. You should learn about why is it important, The way it is. and or why is it the way it is. So I think I think we should wrap it up for today. I've had a very interesting chit chat here. I hope you all have enjoyed. I feel I've learnt a lot more also. ഇത്തരം ടോക്കുകൾക്ക് അതിന് അങ്ങനെയുള്ള പ്രസക്തി മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടാൽ ശരിക്കും നമുക്ക് തന്നെ വിഷമായി പോകും അല്ലേ. ഇത് ഭയങ്കര കൂടുതൽ റിഫ്റ്റിംഗ് അപ്പാർട്ടാണ്. ഇറ്റ്സ് നോട്ട് ബ്രിങ്ങിങ് ടുഗദർ. അപ്പൊ ആ വഴക്കിട്ട് സത്യം പറഞ്ഞാൽ ഫണ്ടമെന്റലി എല്ലാ മനുഷ്യനും ഒരു ഈശ്വരീയത ഉണ്ട് അവനവനില്, എല്ലാവരിലും, എത്ര മോശമായിക്കോട്ടെ. ബട്ട് എല്ലാവരും ആ ഈശ്വരീയതയെ നമുക്ക് എങ്ങനെ ഉണർത്താവുന്നുള്ളിടത്ത് മാത്രമേ റിലീജിയൻ എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. അല്ലെ ഏത് റിലീജിയൻ ആണെങ്കിലും ഫണ്ടമെന്റലി ആ ഈശ്വര ചൈതന്യത്തെ എങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ അതിന് പകരം റിലീജിയനെ ഒരു കോസാക്കി വെച്ചുകൊണ്ട് തമ്മിൽ തല്ലി അടിച്ചു പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന ലെവലിലേക്ക് ചാനൽ ചർച്ചകളൊക്കെ മാറി. അതിന് ഒക്കെ മറ്റു കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികൾ ഇരിക്കുമ്പോൾ it has to be not മതിലുകൾ, it has to be more bridges. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിലൊക്കെ റെലവൻസ് ഉള്ളൂ ഇല്ലേ. മതിൽ പണിയുന്നതിന് പകരം ബ്രിഡ്ജ് പണിയുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്തണമെങ്കിൽ രാഷ്ട്രീയ അധികാരം ഈ ഇതിൽ നിന്ന് മാറി നിൽക്കണം. എപ്പോഴും ഭരണകൂടം മതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഹൈന്ദവരുടെ പ്രശ്നങ്ങൾ ഹൈന്ദവർ തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. നിരീശ്വരവാദികൾ ഭരിക്കുന്നിടത്തോളം കാലം അവരധികാരം ഉപയോഗിച്ച് ഹിന്ദുക്കളെ ചൂഷണം ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പോസ്റ്റ് ചെയ്തായിരുന്നു ഫേസ്ബുക്കിട്ട്, ടോട്ടൽ മിസ്മാനേജ്മെന്റ് എന്നായിരുന്നു. കാരണം വേ വി ഹാൻഡിൽ തിങ്സ്. ഇപ്പോഴും ഞാൻ പറഞ്ഞത് എപ്പോഴും നമുക്ക് വെസ്റ്റിൽ നിന്ന് ഒരു ഡയറക്ഷൻ വേണം, എങ്കിൽ നമുക്ക് ഒരു കാര്യം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പിന്നെ പ്രൂവ് ചെയ്യുകയാണ് വി ആർ ഇൻകേപ്പബിൾ ടു ഹാൻഡിൽ ആൻ ഇഷ്യൂ. അല്ല, വെസ്റ്റിൽ നിന്ന് നമുക്കൊരു ഡയറക്ഷൻ വേണമെങ്കിൽ സുപ്രീം കോടതിക്കായിരിക്കും ഏറ്റവും നല്ല ഡയറക്ഷൻ നമുക്ക് വെസ്റ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റും. കോളറാഡോ കേസ് ആൻഡ് സ്റ്റഫ് അല്ലേ, കേക്ക് ബേക്ക് ചെയ്ത കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി സത്യത്തിൽ വെസ്റ്റേൺ ലോ പഠിക്കണം. ഇവിടെ റിലീജിയസ് റൈറ്റ് ഫ്രീഡത്തിന്റെ പേരിൽ ഗേ മാരേജിന് കേക്ക് ബേക്ക് ചെയ്യണമെങ്കിൽ ബേക്ക് ചെയ്യണ്ട എന്നാ സുപ്രീം കോടതി പറഞ്ഞു, US സുപ്രീം കോടതി. അപ്പൊ യുവർ റിലീജിയൻ ഡു ഇറ്റ്. അപ്പൊ ആ തരത്തിൽ നമ്മുടെ സുപ്രീം കോടതി പഠിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വെസ്റ്റിൽ നിന്ന് ഈ റിലീജിയസ് മാറ്റേഴ്സിൽ കോടതിക്കും ഇല്ല അധികാരം. ലോ ഹാസ് നോ റൈറ്റ്, മാറി നിൽക്കൂ. അപ്പൊ അങ്ങനെ Constitution itself has given safeguards. We just have to prove adoru essential part of religion anana. So my whole concept is that why can we not just bring it back to that? അതിലിപ്പോ പൊളിറ്റിക്സ് ആണ് പ്രശ്നം. അപ്പൊ ഇപ്പൊ ആ അഫിഡവിറ്റ് കൊടുത്ത പൊളിറ്റീഷ്യൻസിന് അമ്പലത്തിന്റെ കാര്യത്തിൽ വേറൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്കൊരു ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദ ടെമ്പിൾ. അതാ പറഞ്ഞത്. Or will each when we talk about educating our youngsters or educating our generation, it's very important to have interreligious relationship, right? And because for the coexistence, peaceful ആയിട്ടുള്ള coexistence, you have to have very strong ആയിട്ടുള്ള very interreligious ആയിട്ടുള്ള relationship, cultural relationship ഉണ്ടാവണം. What I see right now is we are totally separated. കലാവേദിയുടെ നേതൃത്വത്തിൽ that's why കലാവേദിയുടെ ഞാൻ പറയുമ്പോൾ ബിയോണ്ട് ഹ്യൂമൻ ബാരിയേഴ്സ് എന്നുള്ളൊരു സ്ലോഗൻ കൊടുത്തു തന്നെ ഏതാണ്. കാരണം ബിയോണ്ട് പൊളിറ്റിക്സ്, ബിയോണ്ട് റിലീജിയൻ, വി ഓൾ ആർ ഹ്യൂമൻ ബീങ്. അൾട്ടിമേറ്റ്ലി ഞാൻ ഏത് സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതാണ് എന്നെ ക്രിസ്ത്യൻ ആക്കുന്നതോ അല്ലെ ഹിന്ദു ആക്കുന്നതോ അല്ലേ. ഞാനത് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ജനിക്കുന്നതെങ്കിൽ വി വിൽ ടോക്ക് ദ അതർ വേ അറൗണ്ട് അല്ലേ. നമ്മൾ So we take stand to ഈ ഐഡന്റിഫിക്കേഷനാണ് നമ്മളെയൊക്കെ ചീത്തയാക്കുന്നത്. നമ്മളൊന്ന് ഐഡന്റിഫിക്കേഷൻ വിട്ടൊന്ന് സംസാരിച്ചു. അതിലുപരിയായിട്ട് ഇന്റർറിലീജിയസ് we have to have studies and understanding about other religions and the core values, not the practices. And there may be mysticism, there may be drama, there may be stories about Adam and Eve and all that. It may be funny for other people, but like Dr. Nisha said before, that there is a reason for every teaching. You are talking about thousands of years back when there was no education and there was no other mean but the drama and art and religion. Everything was a tool to educate
and keep the social order and social discipline. Now we have education, but we are getting worse. അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇതിനെയൊക്കെ കാലാനുസൃതമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ മതത്തിലെയും ഒരുപാട് പരസ്പരം നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി നമുക്ക് ഒരുപാടുണ്ട് ചോദ്യം ചെയ്യാൻ, അല്ലേ? അപ്പോൾ അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. അറ്റ് ദ സെയിം ടൈം ഇതിൽ നിന്നെല്ലാം എന്ത് മൂല്യം ഉൾക്കൊണ്ട് ഓരോരുത്തർക്കും വളരാമെന്ന് ചിന്തിച്ചാൽ then it becomes easy. It becomes very easy. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ കാത്തു സൂക്ഷിക്കാനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ അടുത്ത സിറ്റിങ്ങിൽ ആ വിധി റിവേഴ്സ് ചെയ്ത് അത് ഹിന്ദുക്കൾക്ക് അനുകൂലമാക്കി മാറ്റണം എന്ന അഭിപ്രായത്തോടു കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പിരിയുന്നത്. ഫൈനൽ തിങ് ഐ വുഡ് ലൈക്ക് ടു സേ ഇസ് ദാറ്റ് ഈ നമ്മുടെ ഭക്തന്മാരെ തന്നെ തീരുമാനിക്കണം, ഭക്ത സ്ത്രീകൾ അവർ തീരുമാനിക്കണം, പോവില്ല. എന്ത് സർക്കംസ്റ്റാൻസ് വന്നാലും സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും നമ്മൾ പോവില്ല. നമ്മൾ പോയിട്ടില്ലെങ്കിൽ 5 or 10 ഇവർ പോയി കഴിഞ്ഞിട്ട് ഭഗവാനൊന്നും ആവാൻ പറ്റി പോകുന്നില്ല, ശബരിമലയുടെ ആചാരവും മാറില്ല. സോ ദാറ്റ്സ് ഓൾ, വി ഹാവ് ടു ബി സ്ട്രോങ് ഹൗസ്. 7.5 ശതകോടി ജനങ്ങളും 200 രാജ്യങ്ങളുമുള്ള ഈ ലോകത്തിലെ 1.2 ശതകോടി ജനങ്ങളും ഇന്ത്യയിലാണ്. സംസ്കാരമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാനും ഒരു സമൂഹത്തിലെ വ്യക്തികളുടെ സുഗമമായ സഹവർത്തിത്വത്തിനും ധാരാളം നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതും അനുസരിക്കേണ്ടതും ആവശ്യമാണ്. അതിൽ പലതും സങ്കീർണവുമാണ്. നാം പലപ്പോഴും പല നിയമങ്ങളും മനസ്സിലാക്കാൻ മൂല്യാധിഷ്ഠിതമായ നിയമാവലികൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരം നിയമാവലികളെ ചിലർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഹിന്ദുക്കൾ ഭഗവത്ഗീതയും, ക്രിസ്ത്യാനികൾ ബൈബിളിനെയും, മുസ്ലിങ്ങൾ ഖുറാനിനെയും, യഹൂദന്മാർ തോറയും, മറ്റു ചിലർ പൈതൃകമായി പകർന്നു കിട്ടിയ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഇത്തരത്തിൽ ആശ്രയിക്കുന്നു. മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമത്തിൻ്റെ പല ഘട്ടങ്ങളിലും നാം ഇത്തരത്തിലുള്ള മൂല്യാധിഷ്ഠിതമായ നിയമാവലികളെ ആശ്രയിക്കാറുണ്ട്. ഇവിടെ നാം അത് തന്നെയാണ് ചെയ്യുന്നത്. ശബരിമലയിലെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മുറുക്കെ പിടിക്കുന്നു. നമസ്കാരം.